അരവിന്ദ്, US ഒപ്പം തന്നെ ബ്രിട്ടൻ വിദേശകാര്യ സെക്രട്ടറിമാർ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ചു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യൻ നിലപാടിൽ പൂർണ്ണ പിന്തുണയാണ് ഇരു രാജ്യങ്ങളും നൽകിയിരിക്കുന്നത്, അമേരിക്കയും ബ്രിട്ടനും നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്താണ്? അല്പസമയം മുമ്പാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US വിദേശകാര്യ സെക്രട്ടറിയുമായും അതുപോലെ തന്നെ ബ്രിട്ടൻ വിദേശകാര്യ സെക്രട്ടറിയുമായും സംസാരിച്ചത്. പ്രധാനമായും ഈ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണവും അതിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടികളുമായിരുന്നു. ഇന്ത്യ കൃത്യമായി ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങളെ കൃത്യമായ വിശദീകരണം വിദേശകാര്യ സെക്രട്ടറിമാർക്ക് നൽകി. ഇതിന് പിന്നാലെയാണ് ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നിലപാടിന് പൂർണ്ണ പിന്തുണ ഇരു രാജ്യങ്ങളും അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാൻ പ്രകോപനപരമായി ജനവാസ മേഖലയിലേക്ക് ആക്രമണം നടത്തുകയാണ്, അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അറിയിപ്പാണ് വിദേശ ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള സാഹചര്യവും അതുപോലെ തന്നെ പ്രകോപനവും തുടരുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ലോകരാജ്യങ്ങളെ കൂടി ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും UK-യുടെയും അതുപോലെ തന്നെ US-ന്റെയും പിന്തുണ ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നിലപാടിന് ലഭിച്ചിരിക്കുന്നു. അത് വിദേശകാര്യ സെക്രട്ടറിമാർ തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ തന്നെ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ ഇന്ത്യ കൃത്യമായി ലോകരാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മറ്റ് രാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി സംസാരിക്കുകയും കൃത്യമായി ഈ കാര്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഭീകര ക്യാമ്പുകളെയാണ്, മറിച്ച് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെയോ അതുപോലെ തന്നെ സൈനിക ക്യാമ്പുകളെയോ ആയിരുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ പിന്നീട് ചെയ്തതാകട്ടെ ഇന്ത്യയിലെ ജനവാസ മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തുന്നു, അതുപോലെ തന്നെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നു, ഇന്ത്യയിലെ നഗരങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകൾ തുടക്കുന്നു. പക്ഷേ ഈ നിലപാടുകൾ, ഇത്തരമുള്ള നിലപാടുകൾ പാകിസ്ഥാൻ തുടരാൻ പാടില്ല. അത്തരം നടപടികൾ തുടർന്നാൽ ശക്തമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി ഇന്നലെ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത്. ഈ തിരിച്ചടി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും വിദേശ രാജ്യങ്ങളുടെ കൂടി പിന്തുണ ഇന്ത്യക്ക് ഇപ്പോൾ ഭീകരവാദത്തിനെതിരായ നിലപാടിൽ ലഭിക്കുകയാണ്. ആ നടപടികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളുമായി ഇന്ത്യ ആശയവിനിമയം നടത്തും. അത് പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ തുർക്കി, അസർബൈജാൻ എന്നീ രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് പാകിസ്ഥാൻ ഉള്ളത്. ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പൂർണ്ണ പിന്തുണ ഇപ്പോൾ ഈ വിഷയത്തിൽ നൽകുവാൻ തയ്യാറായിട്ടില്ല. പാകിസ്ഥാൻ സർക്കാരും അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈന്യവും രണ്ട് തട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം പാകിസ്ഥാനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടാകുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ 8 മണിയോടുകൂടിയാണ് ഒരു പ്രകോപനം ഉണ്ടായത്. സമാനമായ രീതിയിൽ ഒരുപക്ഷെ ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ സജ്ജമാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് അടക്കമുള്ള നടപടികളിലേക്ക് വരും മണിക്കൂറുകളിൽ ഇന്ത്യ കടക്കും. 8 മണി മുതൽ 6 മണി വരെ അംബാല അടക്കമുള്ള നഗരങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരപോലെ പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സർവ്വസന്നാഹവുമായിട്ട് തന്നെയാണ് സേനകൾ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം ശക്തമായ തിരിച്ചടി നൽകാനും സേനകൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അജി. യെസ്, അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി 8 മണിയോടുകൂടെ തന്നെയായിരുന്നു വലിയ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രകോപനവുമായി വന്നു. അതിനെതിരെ ശക്തമായി തന്നെയാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. വിദേശകാര്യ മന്ത്രാലയം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 400ഓളം ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയക്കുകയും അത് തകർക്കുകയും ഇന്ത്യ ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ, നിർണായകമായ വിവരങ്ങളൊക്കെ തന്നെയും വിദേശകാര്യ മന്ത്രാലയം ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു.